ത്രേസ്യാമ്മ ജോയി. ഞാൻ 2019 ഒക്ടോബർ 16 ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെയും മക്കൾക്ക് വേണ്ടിയായിരുന്നു. അവൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2016 അവൻ്റെ വിവാഹം കഴിഞ്ഞതായിരുന്നു. 2018 2021 ഈ മകൾ ഗർഭിണിയായി. 4 മാസം ആകുമ്പോൾ അത് നഷ്ടപ്പെടുകയായിരുന്നു. 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഗർഭിണിയായതും 4-ാം മാസം നഷ്ടമായപ്പോൾ എനിക്ക് ഇവിടെ വരാനും പ്രാർത്ഥിക്കാനും ഒരു വൈമനസ്യം തോന്നിയായിരുന്നു. അതിന് ഞാൻ ക്ഷമാപണം പറയുന്നു. പിന്നെ 2 വർഷം ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്തു. 2022 ഏപ്രിലിൽ പിന്നെയും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. 2022 ഒക്ടോബർ മാസത്തിൽ ജപമാല റാലിയിൽ പങ്കെടുത്തു. ആ മാസം ഞാനിവരെ വിളിച്ചപ്പോൾ അവർക്ക് വിശേഷമൊന്നും ആയിട്ടില്ലായിരുന്നു. നവംബറിൽ ഇവരെന്നെ വിളിച്ച് പറഞ്ഞു കൺസീവ് ആയെന്ന്. ആ കുഞ്ഞിനെ അതുകൊണ്ട് 2023 ജനുവരിയിൽ അവരെ നാട്ടിലേക്ക് വിളിക്കുകയും അവൾക്ക് ഗർഭവാശയത്തിന് ഒരല്പം പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ട് സ്റ്റിച്ചിട്ട് ഹോസ്പിറ്റലിലാകുകയും ചെയ്തു. അങ്ങനെ 7 മാസം കാരിത്താസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടുന്ന് ഞാൻ ഉടമ്പടി തൈലം എൻ്റെ മകളുടെ കയ്യിൽ കൊടുത്തിരുന്നു. അവൾ അത് പുരട്ടി പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലുകയും കൃത്യമായി ചെയ്തിരുന്നു. ഞാനും സുവിശേഷ വേലയും പത്രവിതരണവും പിന്നെ അനാഥാലയത്തിൽ 19 പേർക്കുള്ള ആഹാരം കൊണ്ടു കൊടുക്കുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും കുർബാന സ്വീകരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. 2023 ജൂലൈ 8 യാതൊരു കുഴപ്പമില്ലാതെ ഈ കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് സമ്മാനിച്ചു. ആ നന്ദി പറയാനാണ് ഞാൻ ആദ്യമായി ഈ അൾത്താരയിൽ കയറി നിൽക്കുന്നത്. പിന്നെ 2ാമത്തെ നിയോഗം ഞങ്ങൾക്ക് ഒരിക്കലും മേടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരിക്കാത്ത ഒരു വസ്തു ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ. ആ വസ്തു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഉടനെ തന്നെയാണ് ആ വസ്തു ഞങ്ങൾക്ക് മേടിക്കാൻ സാധിച്ചത്. പിന്നെ ഇതിലെല്ലാം ഉപരിയായിട്ട് 2ാമത്തെ അബോർഷൻ്റെ സമയത്ത് കുഞ്ഞിൻ്റെ കൂടെ ICUവിൽ ഞാനായിരുന്നു നിന്നിരുന്നത്. എനിക്ക് ഒരു 35 വർഷമായിട്ടൊരു ശ്വാസം മുട്ടലിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഇൻഹേലറൊന്നും കൂടാതെയാണ് ആസ്പത്രിയിൽ ചെന്നത്. അപ്പോഴാണ് അവിടെ അഡ്മിറ്റ് ആകേണ്ടി വന്ന് ICUവിൽ ഞാൻ കൂട്ടുനിന്നപ്പോൾ എൻ്റെ ശ്വാസം മുട്ടലിനെ പറ്റിയൊന്നും ഞാൻ ഓർത്തിരുന്നില്ല. കുഞ്ഞിനെ നഷ്ടപ്പെടുകയും കൂടെ ചെയ്തപ്പോൾ ആ ഒരു സങ്കടത്തിൽ ഞാൻ വീട്ടിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഇൻഹേലർ വലിക്കുന്ന കാര്യം മറന്നുപോയല്ലോ എന്നോർത്തത്. അപ്പോഴാണ് എൻ്റെ ശ്വാസം മുട്ടൽ പിന്നെ എനിക്ക് ഉണ്ടായില്ലല്ലോ എന്നോർത്തത്. അങ്ങനെ 35 വർഷം എൻ്റെ ഈ മകൻ ഉണ്ടാകുന്നതിന് മുൻപേ ഉണ്ടായതായിരുന്നു എനിക്ക് ആ ശ്വാസം മുട്ടൽ. അത് പൂർണ്ണമായി എന്നിൽ നിന്ന് അകന്നുപോയി. അതിന് ഞാൻ അമ്മയോടും ഈ ആലയത്തോടും നന്ദി പറയുന്നു. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ സഹായിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ അനുഗ്രഹിക്കും, അഹ്റോൻ്റെ ഭവനത്തെ ആശീർവദിക്കും. സങ്കീർത്തനം 115:12 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നത് പോലെ നമ്മെക്കുറിച്ച് വിചാരമുള്ള കർത്താവ് എങ്ങനെയാണ് പിന്നീട് ഈ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ, തൻ്റെ മക്കളുടെ ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത ആ ഒരു ദുഃഖം, കുഞ്ഞുങ്ങൾ കൺസീവ് ആകുന്നു, എന്നാൽ മിസ്കാരിയേജ് ആകുന്നു, പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ആ മകൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതായും തൻ്റെ ജീവിതത്തിൽ താൻ ഇൻഹേലർ ഉപയോഗിച്ചിരുന്നു 35 വർഷമായിട്ട്, അതിനൊക്കെ പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നു. അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ കൃപകളും അതിനോടെല്ലാം ഉപരിയായി കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്യാനുള്ള ആ ഒരു തീഷ്ണതയും ദൈവം തങ്ങളെ തൊട്ടറിഞ്ഞ നിമിഷങ്ങളാണ് തങ്ങളുടെ ജീവിതത്തിൽ ഈ കുഞ്ഞിനെ ലഭിച്ചത് എന്ന് ഈ മക്കളിവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.